അപ്പോൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും കോവലും വെച്ചൊരു അച്ചാർ തയ്യാറാക്കാം. ഈ കോവൽ നമ്മൾ അച്ചാറിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പിഞ്ച് കോവൽ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കുക. അതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടി അരിഞ്ഞെടുക്കാം, ബീറ്റ്റൂട്ടും കോവലും. ഇപ്പോൾ കോവലും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇതേപോലെ കുറച്ചുകൂടെ വലുതായാലും കുഴപ്പമില്ല. കോവൽ രണ്ടായിട്ട് പിളർന്ന് അരിഞ്ഞാലും കുഴപ്പമില്ല. ക്യാരറ്റും കോവലും അരിഞ്ഞ് ഇനി ബീറ്റ്റൂട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ. ഇപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഇതുപോലെ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനി എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇച്ചിരി തോനെ നേരെ ഇളക്കി എല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ തിളപ്പിച്ചാറിയ വെള്ളം തിളപ്പിച്ച് വെച്ച് ആറണം നല്ലതുപോലെ. ഈ തിളപ്പിച്ചാറിയ വെള്ളം ഈ കഷ്ണങ്ങളിലേക്ക് ഒഴിക്കുകയാണ്. കഷ്ണങ്ങൾ മുങ്ങത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. ഇത്രയും മതി. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കുകയാണ്. വിനാഗിരി ഒഴിച്ചില്ലേലും ഒന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നതേ ഉള്ളൂ. ഇതിനി ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റാം. ഇത് ഞാൻ ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് 2 ദിവസം പുറത്ത് വെച്ച ശേഷം നല്ലതുപോലെ അടച്ച് 2 ദിവസം പുറത്ത് വയ്ക്കണം. പുറത്ത് വെച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. ഓണത്തിന് ഒരു അച്ചാറായിട്ട് ഇലയിൽ വിളമ്പുകയും ചെയ്യാം.